Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദാ ഈ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ തന്നെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ദൈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ദൈവവചന ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നീ ആയിരിക്കുന്നിടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി പ്രവർത്തിക്കുന്ന സമയം. ഒരു നിമിഷം കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് നിങ്ങളുടെ നിയോഗം അതൊരു നിമിഷം ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനാ നിയോഗത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നീണ്ട നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത നിയോഗമായിരിക്കും. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഈ ദിവസങ്ങളിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ വിഷയമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അതിതാ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് വിശ്വസിക്കുക, എൻ്റെ ദൈവം, സകലത്തിൻ്റെയും അധിപനായ ദൈവം, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ദൈവം ഇതാ ഈ വിഷയത്തിൽ, ഈ നിയോഗത്തിൽ ഇടപെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും ഇത് വിശ്വസിച്ചാൽ നിന്നിൽ അത്ഭുതകരമായ കാര്യം സംഭവിക്കും. വിശ്വസിക്കുന്ന ഓരോരുത്തരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ആ 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 10:44 നമ്മിൽ സംഭവിക്കപ്പെടും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. നമ്മളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ആയിരിക്കുന്നിടങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ശക്തി, തീ കത്തുന്ന അഭിഷേകം, കാറ്റടിക്കുന്ന അഭിഷേകം ദൈവജനത്തിലേക്ക് സംഭവിക്കുന്നു. ചേർന്നു കൈയടിച്ചേ. തീമഴ പോലെ പെയ്തിറങ്ങൂ, ആമേൻ, പാവന റൂഹായേ, ആമേൻ. സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. ചേർന്നൊന്ന് പാടിക്കേ. തീമഴ പോലെ പെയ്തിറങ്ങൂ, പാവന റൂഹായേ, ആമേൻ, ആമേൻ. സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടി. കൃപയായി തെളിയൂദാസരിൽ നീ നിത്യസഹായകനേ. എല്ലാവരും കൃപയായി തെളിയൂദാസരിൽ നീ എന്നാത്മനാഥനേ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. റൂഹായേ നിറയണമേ, ആമേൻ. ആത്മാവിൽ പടരണമേ, സംഭവിക്കട്ടെ. അഭിഷേകത്തിൻ നിറവേകണമേ, ആത്മനാഥനേ. എല്ലാവരും ചേർന്ന്. തീമഴ പോലെ പെയ്തിറങ്ങൂ പാവന റൂഹായേ, സമയത്ത് സംഭവിക്കപ്പെടട്ടെ. സ്നേഹമായി നിറഞ്ഞൊഴുകൂ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയ ദൈവാഭിഷേകം സംഭവിക്കുന്ന സമയം, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ രോഗപീഠകളിൽ, നിങ്ങളുടെ മാനസിക ദുഃഖങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം,
ആഗ്രഹിക്കണം. നിറയണമേ, നിറയണമേ, ആത്മാവിൽ പടരണമേ. ഓ സംഭവിക്കട്ടെ. അഭിഷേകത്തിൻ നിറവേകണമേ, ആത്മനാഥനേ. റൂഹായേ, റൂഹായേ നിറയണമേ, ആമേൻ. ആത്മാവിൽ പടരണമേ, ആമേൻ, ആമേൻ. അഭിഷേകത്തിൻ നിറവേകണമേ, ആത്മനാഥനേ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ മേലും വലിയ ദൈവാഭിഷേകം സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കപ്പെടട്ടെ. പൈശാചിക പീഡകളുടെ മേൽ ദൈവത്തിന്റെ ആധിപത്യം കടന്നു വന്ന് വലിയ വിടുതൽ സംഭവിക്കപ്പെടട്ടെ. കടബാധിതകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കപ്പെടട്ടെ. നിരാശയുടെ ദുഷ്ടാത്മാവ് എടുത്തു പോവട്ടെ. ഓർത്തോർത്ത് ദുഃഖിക്കുന്ന ദുഷ്ടാത്മാവിന് എടുത്തു മാറ്റപ്പെടട്ടെ. ഭയത്തിന്റെ നിരാശകളെ, ദുഃഖ ചിന്തകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ റൂഹായേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവ് ദാ ഇപ്രകാരം ഒരു ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. മറക്കാതെ ഓർക്കണം, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇത് നമ്മിൽ സംഭവിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. വിശ്വസിക്കുന്ന ഓരോരുത്തരും ആ കൈകളൊക്കെ ഒന്ന് കൂപ്പിപ്പിടിച്ചേ. ഇങ്ങോട്ട് നോക്കിക്കേ, സന്തോഷത്തോട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെ ഒന്ന് വിളിച്ചേ. എന്നിട്ട് സ്നേഹത്തോടെ അവരുടെ മുഖത്ത് നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നേ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഇരുന്ന് ബൈബിൾ എടുക്കണം. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നമ്മൾ ചില കാര്യങ്ങൾ ദൈവവചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വളരെ വ്യക്തിപരമായി എന്നോടും നിന്നോടും പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, മറിച്ച് പറയുന്ന എനിക്ക് വേണ്ടിയാണ്. യെസ്, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്. ആ വലിയ ബോധ്യത്തോടുകൂടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത്, നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല? അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഞാനിത് പറയുമ്പോൾ വിവാഹം കഴിക്കപ്പെട്ടവരൊക്കെ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ജീവിത പങ്കാളി എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, നീ എന്താണ് ഈ പറയണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലേ, ഇയാൾ എന്നതാ ഈ പറയണേ, എനിക്ക് മനസ്സിലാവുന്നില്ല? അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ, അല്ലേ? നമ്മുടെ ചില ബന്ധങ്ങളിലൊക്കെ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നീ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിൽ ആവുന്നില്ല. അപ്പം നമ്മൾ വലിയ ഭാരപ്പെടും. ശടാ, ഈ ഞാൻ പറഞ്ഞിട്ടെന്താ ഇയാൾക്ക് മനസ്സിലാവാത്തത്? പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നമ്മുടെ മുമ്പിൽ ഈ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പോവാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനം ഒന്ന് തുറന്നേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 അതിൻ്റെ 5 മുതലുള്ള വചനം വായിക്കാം. പന്തക്കുസ്താ ദിനത്തിൽ ഇതാ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുന്നു. കേട്ട് നിൽക്കുന്ന ദൈവജനം നോക്കിക്കോണേ. കേട്ട് നിൽക്കുന്ന ദൈവജനം പല ഭാഷകളിൽപ്പെട്ടവർ, പല സ്വഭാവത്തിലുള്ളവർ, പല ജാതിയിലുള്ളവർ,
പല സംസ്കാരങ്ങളിലുള്ളവരാണ് ഇത് കേട്ടു നിൽക്കുന്നവർ. അപ്പോൾ വചനം നമുക്കൊന്ന് വായിക്കാം, അപ്പം നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകും. ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ഇതൊരു പ്രദേശത്തുള്ളവർ മാത്രമല്ല, സകല ജനപദങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാവരും ആ ദേശത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ട് 6-ാം വചനം, ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അത് പിടികിട്ടിയോ? അതായത് അപ്പസ്തോലന്മാർ പ്രസംഗിക്കുമ്പോൾ നോക്കിക്കേ, ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ അത് കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചേ, അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? ഇതാണ് ചോദ്യം. അവിടെ ആയിരിക്കുന്ന ദൈവജനം, ആ ദൈവജനം ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പിന്നീട് 9-ാം വചനം തൊട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചോണം, സമയം കിട്ടുമ്പോൾ അത് വായിച്ച് ധ്യാനിക്കണം. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവര് അവരവരുടെ ഭാഷകളിൽ പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം കേൾക്കുന്നു. പത്രോസ് പ്രസംഗിക്കുന്നത് ഒരു ഭാഷയിലാണ്, പക്ഷേ കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ ഈ പത്രോസിന്റെ പ്രസംഗം കേട്ടു. അപ്പൊ ഇതിൽ എന്തോ ഒരു മാജിക് ഉണ്ടല്ലോ, അല്ലേ? അതുകൊണ്ടാണ് ജനം വിസ്മയഭരിതരായി, അവരത്ഭുതപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഇതെന്ത് പരിപാടി, ഇതെന്നതായി നടക്കുന്നേ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു ഭാരത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൽ വലിയ ഭാരത്തിൽ കഴിയുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കൂ, പത്രോസ് ശ്ലീഹ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരവരുടെ ഭാഷകളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടതെങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാവും. നമ്മുടെ ഈ ആളുകൾ, കേട്ടുനിന്ന ആളുകൾ അവരെന്തു പറഞ്ഞെന്നറിയോ? ഒന്ന് വായിച്ചേ. ചില കമൻറ്റുകളുണ്ട്, രസകരമായ കമൻറ്റുകൾ അവർ പറയാൻ തുടങ്ങി. ഒന്ന് വായിച്ചേ, അതിൻ്റെ 12-ാം തിരുവചനം വായിക്കാം. 12-ാം തിരുവചനം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നതും നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് 12-ാം തിരുവചനം, ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അവര് ഒരു സമയത്ത് വിസ്മയിച്ചു, അത്ഭുതം, അതോടൊപ്പം തന്നെ പരിഭ്രമം. ദൈവമേ, ഇതെന്നതായി സംഭവിക്കുന്നേ? എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചേ, എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു. അപ്പൊ കുറെ പേര് വിസ്മയിച്ചു, കുറെ പേര് പരിഭ്രാന്തരായി. ഇനി കുറെ പേരുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനെ കുറെ പേര്. എന്ത്? പരിഹസിക്കുക, പരിഹസിക്കുക, പരിഹസിക്കുക. ഏത് സ്ഥലത്ത് പോയാലും ഉണ്ടാവും പരിഹസിക്കുക. കുറച്ച് പേര് പരിഹസിച്ചുകൊണ്ട് പത്രോസിനോട് പറയുകയാണ്, പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്, ഇവന്മാര് മദ്യപിച്ച് ഉന്മത്തരാണെന്ന്, മദ്യപിച്ച് ഉന്മത്തരാണെന്ന്. അപ്പൊ പത്രോസ് ശ്ലീഹ അവരുടെ മുമ്പിൽ നിവർന്ന് നിന്ന് അഭിമാനത്തോടെ ഒരു കാര്യം പറയും. ഇത് ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ജനതയ്ക്ക് ഒരു ഭാഷ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് സംഭവിച്ച അതേ അഭിഷേകം ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ വീട്ടിൽ സംഭവിക്കപ്പെടാൻ, നമ്മുടെ ബന്ധങ്ങളിൽ സംഭവിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം. വചനം പറയുന്നത് എന്താണ്? വചനം വായിച്ചേ. പത്രോസ് പറഞ്ഞു, 14-ാം തിരുവചനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 14 onwards. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു. കണ്ടോ ആ ആത്മവിശ്വാസം, കണ്ടോ കോൺഫിഡൻസ്. പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ. ഈ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളൊന്നും വെറുതെ എഴുതിയിട്ടുള്ളതല്ല. ഈ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, അല്ലേ?
യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37-ാം തിരുവചനം, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞു. എന്താ അർത്ഥം? കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് അത്രമേൽ നിർബന്ധമുണ്ട്. പത്രോസ് ശ്ലീഹ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവചനം പഠിപ്പിക്കുന്ന എന്താണ്? പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. കണ്ടോ? ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. എന്താ ജോയേൽ പ്രവാചകൻ പറഞ്ഞത്? വായിച്ചു നോക്കിക്കേ. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ പ്രിയരെ, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ജോയേൽ പ്രവാചകൻ ഇതാ പ്രവചിച്ച ഒരു സത്യം ആദിമ ക്രൈസ്തവ ജനതയിൽ സംഭവിച്ചു. എന്താണത്? ആ നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ കടന്നു വരും. കുറച്ചുപേരുടെ മേലെന്നല്ല, എല്ലാവരുടെ മേൽ പ്രവേശിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോരുത്തർക്കും അവരവരുടെ ഭാഷകളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, എന്തു മനസ്സിലായി? നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കുറവുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തമായി പ്രവർത്തിക്കുന്നിടത്ത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ആ ഇരുട്ടങ്ങ് മാറിക്കിട്ടും. അപ്പം അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുവാണോ? ഇത് ദമ്പതികൾ മാത്രമൊന്നുമല്ല. ചില മക്കള് കുടുംബങ്ങളിൽ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ പപ്പായ്ക്ക് അപ്പനും മനസ്സിലാവണില്ല, ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കും മനസ്സിലാവണില്ല. നേരെ തിരിച്ച് മാതാപിതാക്കളെ, മക്കൾക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇതെല്ലാ മേഖലകളിലുമുണ്ട്. അച്ഛന്മാരുടെ ഇടയിലുണ്ട്, കന്യാസ്ത്രീമാരുടെ ഇടയിലുണ്ട്. ഉള്ള ഭാരങ്ങൾ ഉള്ളപ്പോൾ എന്താ ചെയ്യേണ്ടെന്നറിയോ? പരിശുദ്ധാത്മാവിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചോണം. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങൾക്ക് ദൈവകൃപയിൽ വളരാനുള്ള കൃപ വേണം. ഇതാഗ്രഹിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച് ധ്യാനിക്കേണ്ടതാണ് 11-ാം അധ്യായം. ആ അധ്യായത്തിൻ്റെ ഹെഡിങ് എന്താ? ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 11. ബാബേൽ ഗോപുരം. ബാബേൽ, ബാബേൽ, ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? കൂട്ടിക്കുഴയ്ക്കുക, ആശയക്കുഴപ്പമുണ്ടാക്കുക, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരിക. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംഘം മനുഷ്യർ അവരൊരു ഗോപുരം പണിയാൻ തുടങ്ങി. ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷകൾ ഭിന്നിച്ചു. പരസ്പരം മനസ്സിലാവുന്നില്ലെന്ന്. ഒരുത്തൻ കല്ലെടുത്തോണ്ട് വരാൻ പറയുമ്പോൾ മറ്റവൻ വെള്ളം കൊണ്ട കൊടുക്കുക. എന്തു പറ്റി? ബാബേൽ ഗോപുരം ചിതറിപ്പോയി. നമ്മുടെ കുടുംബങ്ങളിൽ ബാബേൽ സംസ്കാരമുണ്ടോ? പരസ്പരം തമ്മിലടിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഭാരം. എങ്കിൽ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് ഒറ്റ വ്യക്തി ചേർത്ത് അങ്ങോട്ട് പിടിച്ചോണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, ഈ ശുശ്രൂഷ സമയത്തിൽ നിന്നോട് ഈ തിരുവചനം ആവശ്യപ്പെടുന്ന കാര്യം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് അളക്കണ്ട, മറിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ തുടർന്നുള്ള ആരാധന സമയത്ത് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിനാണ്. പ്രത്യേകിച്ച് കാലാകാലങ്ങളായി കുടുംബങ്ങളിലുള്ള പരസ്പരമുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, സ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങൾ, കോടതി കേസിലൊക്കെ എത്തിക്കിടക്കുന്നില്ല. ചില കുടുംബത്തിൽ സമാധാനമില്ലല്ലോ.
പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവേ, എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ. ഈ നാളുകളിൽ ഈ അത്ഭുതകരമായ ശക്തി നമുക്ക് അനുഭവിക്കാം. ആരാധന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അഭിഷേകത്തിൻ്റെ കൃപ നിന്റെ വീട്ടിൽ, നിന്റെ വ്യക്തിപരമായ ബന്ധത്തിൽ സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കാം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ അസ്വസ്ഥപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അനേക തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കണമേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ പത്രോസ്ലീഹ പറഞ്ഞത് ഈ കുടുംബങ്ങൾ സംഭവിക്കട്ടെ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മീതെ, ഓരോ കുടുംബങ്ങളുടെ മീതെ, ഓരോ കമ്മ്യൂണിറ്റിയുടെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ. യേശുവിനോട് പറയുക, യേശുവേ, ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ, എൻ്റെ ബന്ധങ്ങളുടെ തകർച്ച ഇതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ കാരണം ഇതാണ്. ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ജീവിതത്തിൽ സ്നേഹം നിറയും. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, എൻ്റെ വീട്ടില്, എൻ്റെ ബന്ധങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. ഒരു പുത്തൻ അഭിഷേകം പ്രവർത്തിക്കണമേ. എല്ലാവരും ആഗ്രഹിക്കട്ടെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് വ്യക്തികളെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ നാരക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ശത്രുത വരുത്തുന്ന, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ പരസ്പരമുള്ള അസ്വസ്ഥതയുടെ എല്ലാ മേഖലകളും ദൈവമേ ഈ പരിശുദ്ധ അൾത്താരിൽ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ വലിയ സ്നേഹം നിറയണമേ. ഭാര്യ ഭർത്ത ബന്ധത്തിൽ സ്നേഹം നിറയണമേ. മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹം നിറയണമേ. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം നിറയണമേ. ഇടവക കൂട്ടായ്മകളിൽ സ്നേഹം നിറയണമേ. എല്ലാ വ്യക്തികളും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഓ ഹോളി സ്പിരിറ്റ്, ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ആശീർവാദം സ്വീകരിക്കുന്ന സമയം ഈ വലിയ ചൈതന്യം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിറയുവാൻ ആഗ്രഹിക്കുക. കൈകൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആഗ്രഹിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ നിറയുന്ന സമയം
വിശിഷ്യമായ ഒരു കൃപ നിന്റെ കുടുംബത്തിൽ സംഭവിക്കപ്പെടട്ടെ. ചോദിച്ചു മേടിക്കാം, ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങൾ